തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നു. പിന്നീട് നാം പല വിവാദങ്ങളും കാണുന്നുണ്ട്. പക്ഷെ ബി.ജെ.പിയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നതാണ്, വിജയിച്ചാൽ 45 ദിവസത്തിനകം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സന്ദർശിക്കും. എന്താണ് ബി.ജെ.പി. ചെയ്യാൻ പോകുന്നത്? ആ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പ് പാലിക്കുമോ? തീർച്ചയായിട്ടും ആ ഉറപ്പ് പാലിക്കും. കാരണം തിരുവനന്തപുരത്ത് ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ബുക്ക്ലെറ്റ് എല്ലാ വീടുകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ച് പ്രദർശിപ്പിച്ച് പ്രവർത്തകർ വീടുകളിൽ കൊണ്ടുകൊടുത്ത് പറഞ്ഞ് വോട്ട് ചോദിച്ചതാണ്. തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ബി.ജെ.പിയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ് ബി.ജെ.പി. അത് കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞ 31-ൽ 29 കാര്യങ്ങളും പാർലമെൻറ്റിൽ അവർ ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം CA ബില്ല് പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് കാശ്മീർ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്ന് മാത്രം ഒരു ഒറ്റ രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രം അത് ചർച്ചകൾക്ക് വേണ്ടി വിട്ടിരിക്കുന്നതല്ലാതെ ബാക്കി എന്തൊക്കെയാണോ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളല്ല. ഒരു തർക്ക കെട്ടിടമാണ് അയോധ്യയിൽ. ആ അയോധ്യയുടെ ക്ഷേത്രം പണി ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ് പൈസ ഉപയോഗിച്ച് ചെയ്തതല്ല, വിശ്വഹിന്ദു അതിൻ്റെ ആസ്തിയുണ്ട്, ചെയ്തു. പക്ഷേ അതിന് കോടതിയിൽ കൂടി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൂടി നിയമം അനുശാസിച്ച് ക്ഷേത്രം ചെയ്തു. ഇതെല്ലാം ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. അതേപോലെ കേരളത്തിൽ ഒരു കേരളത്തിൻ്റെ വികസനം കാഴ്ചപ്പാടിന് സംസ്ഥാന സമിതി ഒരു കമ്മിറ്റി വെച്ച് പഠിച്ച് ഒരു പ്രൊപ്പഗണ്ട തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രൊപ്പഗണ്ടയുടെ അടിസ്ഥാനം കേന്ദ്രത്തിലെ ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്, ധരിപ്പിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു വികലനമാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രക്കാരോട് പറഞ്ഞത്. അധികാരം തിരുവനന്തപുരം നഗര പിതാവ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ കയറിയാൽ 45 ദിവസത്തിനകം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിൻ്റെ പാക്കേജ് പ്രഖ്യാപിക്കും. അപ്പം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവർ ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ജില്ലയിലും കോർപ്പറേഷനിലും വന്ന പദ്ധതി പ്രഖ്യാപിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. ഇപ്പോൾ പണ്ടേ പുച്ഛിച്ച് തള്ളിയ ഒരു പാർട്ടിയാണ്. കാരണം അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയൊക്കെ പാർലമെൻറ്റ് 2 പേരെ ഉണ്ടായിരുന്നപ്പോൾ ആന്ധ്രയിൽ നിന്നൊരു ബംഗാര ദത്തത്രേയ എന്നുള്ള ഒരാളും വാജ്പേയി എന്തോ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് 2 പാർട്ടിയുള്ള പാർട്ടിയാണ്, ആക്ഷേപിച്ച് കളഞ്ഞു. അന്ന് മനോഹരമായി അടൽജിയുടെ ഒരു പ്രസംഗം പാർലമെൻറ്റിൽ സംസാരിച്ചു. യുഗങ്ങൾ താണ്ടി പോകുമ്പോൾ ഹിന്ദിയിലുള്ള ആ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് വാജ്പേയി പറഞ്ഞു, നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ചിലപ്പോൾ കാണുകയില്ല, ഇരിക്കുന്ന പാർലമെൻറ്റിലെ പല ബഹുമാനപ്പെട്ട എംപിമാരും കാണും, ബി.ജെ.പി. വരുമെന്ന്. അങ്ങനെ ആക്ഷേപിച്ച് കളഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പുരോഗമനമെന്നും ഡെവലപ്മെൻ്റ് എന്നും കമ്മ്യൂണിസം എന്നും ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറയുന്നവരെല്ലാം ആക്ഷേപിച്ച് അങ്ങനെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഡിക്ലെയർ ചെയ്യുമോ? ഉറപ്പായിട്ടും പ്രധാനമന്ത്രി വരും, ഡിക്ലെയർ ചെയ്യും. അത് തിരുവനന്തപുരത്തിൻ്റെ വികസനമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി തിരുവനന്തപുരം മേയറെ കാണുവാനും ഇവിടുത്തെ സംസ്ഥാന ലീഡറോട് സംസാരിക്കുവാനും സംവദിക്കുവാനും അടുത്ത തിരഞ്ഞെടുപ്പ് മെയ് മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പദ്ധതി ആസൂത്രണം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്ന് ലീഡറുമായിട്ട് സംസാരിച്ച് കേരള സ്റ്റേറ്റ് ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനം ഒരു വൻ വികസന പ്രഖ്യാപനമായിരിക്കും, അതിനതൊരു സംശയമില്ല. കാരണം വിഴിഞ്ഞം പ്രോജക്റ്റ് 2ാം ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത കപ്പലിൽ നിന്ന് സാധനങ്ങൾ വന്നാൽ ഇറക്കി വയ്ക്കേണ്ട സ്ഥലം, ബർത്ത് ഗോഡൗൺ ചെയ്യണം, അതിൻ്റെ ക്ലിയറൻസ് കാര്യങ്ങൾ, ബാക്കി കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ടൂറിസം വരുന്ന കാര്യങ്ങൾ. വെറും കപ്പൽ വരുന്നു പോകുന്നു, ഇപ്പോൾ ഇവിടെ വരുന്നു, മറ്റു ചെറിയ കപ്പലുകളിലും ബാർജുകളിലും സാധനങ്ങൾ പോകുന്നതേ ഉള്ളൂ, നികുതികളായിട്ടില്ല. ആ നികുതി ഇവിടെ ആകണമെങ്കിൽ ഇവിടെ ഇറക്കി വെച്ച് ഉള്ള ക്ലിയറൻസും കാര്യങ്ങളും ട്രക്കുകൾ കൂടി കാർഗോ കണ്ടെയ്നറുകൾ യാത്ര ചെയ്യണം. അതിനുള്ള പദ്ധതിക്കുള്ള മെയിനാണ് തിരുവനന്തപുരം ഡെവലപ്മെൻറ്റിൻ്റെ ലിങ്ക് റോഡ് പദ്ധതി. അത് PWD കേന്ദ്ര മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയുമായിട്ട് ചർച്ചകൾ ചെയ്തു. അത് ഇവിടുത്തെ മിനിസ്റ്ററും CM-ഉമായിട്ടെല്ലാം പോയി അതിൻ്റെ
കൊടുത്തു. പരിസ്ഥിതി അനുമതിയായി. ഇനി എന്തോ ചില എൻവയോൺമെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ലിങ്ക് റോഡുമാവും. അപ്പോൾ ആ ലിങ്ക് റോഡ് വരുന്ന വഴിക്ക് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് 5 പ്രോജക്റ്റുകൾ ഓരോ സ്ഥലത്തും, ഓരോ ഫ്ലവർ ജംഗ്ഷനുകൾ പോകുന്ന സ്ഥലത്ത് ഡിസ്ട്രിക്റ്റുകൾ ഡെവലപ്മെൻ്റ് ആവും. നെടുമങ്ങാട്, കാട്ടാക്കട, ബാലരാമപുരം, പോത്തങ്കോട്, വെഞ്ഞാറമൂട്, കല്ലമ്പലം, കിളിമാനൂരൊക്കെ വൺ ഡെവലപ്മെൻറ്റിലേക്ക് വരും. നിരവധി കേന്ദ്ര പ്രോജക്റ്റ് പദ്ധതികളുണ്ട്. ഉദാഹരണം, ഇവിടുന്ന് ഫ്രൂട്ട്സ് സബ്സിഡികളെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നു. അത് ശീതീകരിച്ച് വയ്ക്കേണ്ട അപ്പട എന്ന് പറയുന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത് ഡൽഹിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ഓഫീസ് തുടങ്ങും. ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പോകണമെങ്കിൽ ടെക്സ്റ്റൈൽസ് പാർക്ക്, സിൽക്ക്, കോട്ടൺ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ തുണികൾ നല്ലതാണെന്ന് പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. അതിൻ്റെ ഓഫീസുകൾ വരും. മറൈൻ പ്രോഡക്റ്റ് ഐറ്റങ്ങൾ, കണവമീൻ, വാളമീൻ, മറ്റ് കൊഞ്ച് തുടങ്ങിയത് പോകണമെങ്കിൽ അത് പ്രോസസ്സും ചെയ്യുന്ന MPDA, മറൈൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി തുടങ്ങിയ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ വിഴിഞ്ഞത്ത് വരും. അവിടെ ഒത്തിരി ഈ ടെക്നിക്കലായിട്ട് ലാബിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജോലികൾ കിട്ടും. പിന്നെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്ത് ഓഫീസുകൾ തുറക്കും. വലിയ വലിയ സിമൻസ്, ഹവലറ്റ് പക്കാർഡ്, സാംസങ് തുടങ്ങിയ മൊബൈൽ കമ്പനികളും അവരുടെ കമ്പനികൾ സ്ഥലങ്ങൾ തിരുനെൽവേലിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് തിരുനെൽവേലി നോക്കണമെങ്കിലും അതിൻ്റെ മെയിൻ ഹബ്ബെന്ന് പറയുന്നത് തിരുവനന്തപുരം ആയിരിക്കും. ഷിപ്പിംഗ് കമ്പനികളായിട്ടുള്ള എവർഗ്രീൻ, MSC, അതുപോലെ തന്നെ CMA ലോജിസ്റ്റിക്സ് തുടങ്ങിയ വൻകിട കപ്പൽ നിർമ്മാണ കമ്പനികൾ തിരുവനന്തപുരത്ത് വരും. അപ്പോൾ ഇതിനുള്ള പദ്ധതികളെല്ലാം ജോലി കിട്ടുന്നതായാലും നികുതികൾ വരുന്നതായാലും നല്ലൊരു ഡെവലപ്മെൻറ്റ് വരും. ഇപ്പോൾ പ്രധാനമന്ത്രി ഹാപ്പിയാണ്. കാരണം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയെന്ന് വിദഗ്ധരും എല്ലാവരും പാർലമെൻ്ററിയുടെ ബോർഡ് കൂടി, ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന അന്താരാഷ്ട്ര നാണയനിധി നോക്കുന്ന സംഘടന പറഞ്ഞിട്ടുണ്ട് ജപ്പാനെ പിന്തള്ളി ഭാരതം 4ാമതെത്തിയെന്ന്. ഇനി ഇന്ത്യ രാജ്യത്തുള്ള പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യത്ത് പോയാൽ 2030 ആകുമ്പോഴേക്കും ഭാരതം 3ാം സ്ഥാനത്തിലേക്ക് എത്തും. ഇന്ത്യൻ വിപണി ലോകരാജ്യങ്ങളുടെ മാർക്കറ്റായി മാറുന്നതിന് വേണ്ടിയാണ് ആരാധ്യനായ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, അടുത്ത ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ മിക്കവാറും ഭാരതത്തിനായിരിക്കും. ഇത്രയും ലോകരാജ്യങ്ങൾ ഇവരെല്ലാം ആക്ഷേപിക്കാറില്ലേ ഉലകം ചുറ്റും ബാലിബൻ പ്രധാനമന്ത്രി എന്ന്. അദ്ദേഹം ഉലകം ചുറ്റി പോകുന്ന മാത്രമല്ല, അദ്ദേഹം ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഓരോ രാജ്യ നേതാക്കളെ കാണുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞാൽ ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദം വേണമെന്ന് പറഞ്ഞാൽ ആ പദവി കിട്ടാൻ പവറും കെൽപ്പുമുള്ള ലോക നേതാക്കളായി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റിനെക്കാളും വ്ളാഡിമിർ പുടിനെക്കാളും റഷ്യൻ പ്രസിഡന്റിനെക്കാളും ചൈനയുടെ പ്രധാനമന്ത്രി പോലെ ഈക്വലൻ്റായിട്ട് കിടപിടിക്കുന്ന ലോക നേതാവായി മാറി. ഏത് രാജ്യത്ത് പ്രശ്നങ്ങൾ നടന്നാലും ഭാരതത്തിലെ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്ന് ലോകരാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് നേരത്തെ നീണ്ട 75 വർഷക്കാലം ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിക്ക് ലോകരാജ്യത്തിൽ ഇത്രയും സ്വീകാര്യത കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കേരളം പോലുള്ള ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റുകളെ പ്രധാനമന്ത്രിക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുവാൻ അത്യധികമായ ആഗ്രഹങ്ങളുണ്ട്. കാരണം ഇതുപോലൊരു പോർട്ട് ലോകത്തിലില്ല. ഈ പോർട്ട് വന്നാൽ കേരളവും വലുതാവും, തിരുവനന്തപുരവും ഡെവലപ്മെൻ്റ് ആവും, ഭാരതത്തിൻ്റെ എക്കണോമിയും വർദ്ധിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് തിരുവനന്തപുരത്തിൻ്റെ കൂടി പ്രത്യേകത, ഒരു മമതയുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദൈവങ്ങളുടെ സ്വന്തം നാടായ ഈ ക്ഷേത്രങ്ങളുടെ നഗരിയായ തിരുവനന്തപുരത്ത് ഒത്തിരി സാധ്യതകളും സംരംഭങ്ങൾക്കും പറ്റിയ നാടാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം ഇടയ്ക്ക് അമിത്ഷാ വന്നപ്പോൾ പ്രവർത്തക മീറ്റിങ്ങിൽ അദ്ദേഹം ഒരു സ്പീച്ച് ചെയ്തു. നിങ്ങളുടെ ലക്ഷ്യം പാർലമെൻറ്റിലെ MP-മാരോ അസംബ്ലി MLA-മാരോ അധികാരമല്ല, ലോക്കൽ ബോഡിയിൽ അധികാരത്തിലേക്ക് വരണമെന്ന് അമിത്ഷായുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രവർത്തനം ഇവിടെ അമിത്ഷായുടേത്, ആഭ്യന്തരമന്ത്രിയുടേത്, ഇവിടുത്തെ പ്രവർത്തകർ സ്വീകരിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കിട്ടിയത്. പക്ഷേ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെയും RSSനെയും ഇവിടുത്തെ മാധ്യമങ്ങൾ വളർത്തിയിട്ടില്ല. മാധ്യമങ്ങൾ തളർത്തിയിട്ടേ ഉള്ളൂ. ചില അർബൻ നക്സലൈറ്റ്, അർബൻ ഇസ്ലാമിസ്റ്റ്,
മാധ്യമങ്ങൾ എന്നും തെറ്റെന്ത് ചെയ്താലും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കൂടെ ഈ മാധ്യമ സിൻഡിക്കറ്റുകളുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു മാധ്യമ സിൻഡിക്കറ്റ് എന്ന്. ആ സിൻഡിക്കറ്റ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ BJP വരരുത്. കേരളത്തിൽ അതിന് കൂട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. കേരളത്തിൽ ഒരിക്കൽ BJP അധികാരത്തിൽ വന്നാൽ പല പദ്ധതികളും കേന്ദ്രത്തിൽ കേരളം, തിരുവനന്തപുരം നഗരസഭ BJP, ദേശീയ ലെവലിൽ BJP ഭരണം, സംസ്ഥാനം BJP വരെയാണെങ്കിൽ ആരോടും കൺസൾട്ടൻ്റ് ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരായിട്ട് ഭരിക്കുവാൻ പറ്റും. അത് കേരളത്തിലെ ജനത മനസ്സിലാക്കി. കേരളത്തിൻ്റെ പൾസ് പ്രധാനമന്ത്രിക്കറിയാം. PM-ൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഒരുപാട് വീക്ഷിക്കുവാൻ PM-ൻ്റെ ആൾക്കാരുണ്ട്, ഹോം മിനിസ്റ്ററുടെ ആൾക്കാരുണ്ട്, BJPയുടെ പ്രവർത്തന രീതികൾ വീക്ഷിക്കുവാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി കേരളത്തിൽ എന്താണോ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ, ഡെവലപ്മെൻ്റാണോ, തൊഴിലില്ലായ്മയാണോ, സാമ്പത്തിക പ്രശ്നമാണോ, ഇതുപോലുള്ള വൻകിട പദ്ധതികളാണോ, അതിനുള്ള പ്രഖ്യാപനം ആരാധ്യനായ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുവാൻ വരും.